സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا ونبينا محمد. أرحم الرحيമായ രാജാതിരാജനായ അല്ലാഹ്, ദയാലുവായ തമ്പുരാനെ, മാലികുൽ മുലൂക്കായ അല്ലാഹ്, പടച്ചവനെ ഞങ്ങളെ ഒരുമിച്ചുകൂടൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അങ്ങകല മദീന മുനവ്വറയിലെ രാജകുമാരൻ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മറ്റംബിയാക്കന്മാർ, ഔലിയാക്കന്മാർ, മുന്നോറുകൾ, സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിലേക്ക് അതിന്റെ മിഥില സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്, ഉസ്താദുമാര് ഖബറിലാണ്, വേണ്ടപ്പെട്ടവർ പലരും ഖബറിലാണ്. റബ്ബേ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട് റബ്ബേ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് പറഞ്ഞവരുണ്ട് റഹ്മാനെ. പടച്ചവനെ, മരണപ്പെട്ടുപോയ മുഴുവൻ പേർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഖബറിടം വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, നരകമോചനം നൽകണേ അല്ലാഹ്. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുൽ ഉമമയിൽ ഒരുമിക്കാൻ, മുത്തുനബിയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ പാനം ചെയ്യാൻ, അവിടുത്തെ ജിവാറിനായി സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെ ഖബറിടം നോക്കത്താ ദൂരം വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ ഖബറിടം സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിലേക്കുള്ള വാതായനങ്ങൾ തുറക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും സ്വർഗീയ അനുഗ്രഹങ്ങളും അവർക്ക് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ഈ പള്ളിയുടെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളാണ് റബ്ബേ. അവരുടെ മണ്ണറകളെ നീ മണിയറയാക്കണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെ റൂഹുകൾക്ക് നീ ആത്മശാന്തി നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാകാൻ, അതുപോലെ ഹലാലായ മുറാദുകൾ ഹാസിലായി കിട്ടാൻ പലരും നിയത്ത് വെച്ച് സംഭാവന അർപ്പിച്ചവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞവരുണ്ട് റബ്ബേ. രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഉപജീവന മാർഗങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രവാസ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കൃഷിയിടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ തൊഴിലിടങ്ങളിലും നീ ബറക്കത്തും ഖൈറും ഹലാലായ സമ്പാദ്യവും നൽകണേ അല്ലാഹ്. പടച്ചവനെ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ആരെയും നീ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാഹ്. അവരുടെ പഠനങ്ങളിൽ ഉയർച്ച നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ മക്കളെയും നീ ഖൈറിലാക്കണേ അല്ലാഹ്. നല്ല രീതിയിൽ വളർത്താൻ മാതാപിതാക്കൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നല്ല ഭാവി മക്കൾക്ക് നീ നൽകണേ അല്ലാഹ്.
പടച്ചവനെ രോഗിയായി കഴിയുന്ന പലരുമുണ്ട് റബ്ബേ, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ വധുവരന്മാരെ നൽകണേ അല്ലാഹ്. പടച്ചവനെ പരിശുദ്ധമായ പള്ളിയിൽ അല്ലാഹുവേ ഇവിടെ പങ്കെടുത്തവരുണ്ട് റബ്ബേ, അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. ഇവിടെ വരാൻ കഴിയാതെ പലരും വീട്ടിൽ വിശ്രമിക്കുന്നവരും ഹോസ്പിറ്റലിൽ കഴിയുന്നവരുമുണ്ട് റബ്ബേ. പടച്ചവനെ അല്ലാഹുവേ അവരുടെ രോഗങ്ങൾക്ക് നീ അല്ലാഹുവേ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. പടച്ചവനെ പലരുടെയും പേരെടുത്ത് പറയുന്നില്ല റബ്ബേ, ഒരുപാട് രോഗികൾ അവരുടെ വീടുകളിൽ വിശ്രമിക്കുകയാണ് റഹ്മാനെ. ഈ ജമാഅത്തിന് വേണ്ടി പലരും ഖിദ്മത്ത് ചെയ്തവരും ഉപദേശക സമിതിയിൽ പങ്കെടുത്തവരും അതുപോലെ ഈ ജമാഅത്തിനെ സേവിച്ചവരും നല്ല വാക്ക് പറഞ്ഞവരും പലരുമുണ്ട് റഹ്മാനെ. ഒരുപാട് പേര് പ്രയാസത്തിലാണ് റഹ്മാനെ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അവസാനം ഞങ്ങൾക്കെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗം കണ്ണാൽ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم.